ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെക്കേഷന് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രിയിലാണ് ടിക്കറ്റ് എടുക്കാറുള്ളത്. രാത്രിയിലാവുമ്പോൾ അധിക സമയവും ഉറക്കമായിട്ട് അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ അധികം നമുക്ക് ബുദ്ധിമുട്ടാവില്ല. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാൻ നല്ല പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു രാവിലെ 9 മണിക്കുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓൺ ദ ടൈമിന് തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു കേട്ടോ. അത് പൊതുവേ അങ്ങനെയാണ്. ഞങ്ങൾ അഥവാ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ട്രെയിൻ മിസ്സാവാറുണ്ട്. അഥവാ കുറച്ച് നേരത്തെ ഒരു 15 മിനിറ്റെങ്കിലും നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് ട്രെയിൻ ലേറ്റും ആയിരിക്കും. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. എനിവേ ട്രെയിനൊക്കെ വന്നോ ഞങ്ങൾ കയറി യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ AC ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല ചൂടുള്ള സമയമായിരുന്നല്ലോ. അപ്പോൾ പൊതുവേ ട്രെയിനിൽ മറ്റേ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്യാറുള്ളത്. കാരണം AC ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലോ. പക്ഷേ നല്ല ചൂടുള്ള സമയത്ത് പിന്നെ ഒരു രക്ഷയില്ല, AC തന്നെയാണ് ബുക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കുട്ടികളായിട്ട് പോകാനായിട്ട് നല്ലൊരു സ്പേസ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സൈഡിലുള്ള ഒരു സീറ്റ് തന്നെയായിരുന്നു. അങ്ങനെ കയറി കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ എഴുന്നേറ്റല്ലേ. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ കയറിയ സമയത്ത് കുറച്ചൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ചായ ഒന്നും കുടിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ നേരെ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. പിന്നെ ട്രെയിനത്തെ ഭക്ഷണമൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല. അപ്പോൾ രാവിലെ എന്തെങ്കിലും ഒന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാവും പിന്നെ അതിലേക്ക് ചിക്കൻ പൊരിച്ചതായിരുന്നു രാവിലത്തെ ഇത് കൊടുത്തിരുന്നു. പിന്നെ ചായ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് കഴിക്കാനുള്ള ചോറും ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ എണീറ്റു. അവൾക്കുള്ള ചായയൊക്കെ കൊടുത്തു. ചായയൊക്കെ കുടിച്ചപ്പോൾ പിന്നെ ഓളൊന്ന് ഉഷാറായിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം മോളായിട്ട് കളിച്ച് അങ്ങനെ ചില്ല് ചെയ്തിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവളതായിട്ടുള്ളൊരു കിർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് ടൈം എങ്ങനെയെങ്കിലുമൊക്കെ സ്പെൻഡ് ആക്കണമല്ലോ. അപ്പോൾ കുറച്ച് സ്നാക്ക് കൊടുത്ത് പിന്നെ ആ ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ കർട്ടണൊക്കെ നീക്കിയിട്ട് ഇങ്ങനെ നിർത്തി കൊടുത്തിട്ടോ. അപ്പോൾ കുറച്ച് സമയം അവൾ അവിടെ ഇങ്ങനെ കളിച്ച് നിന്ന് പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കളിച്ച്. അപ്പോൾ ഇതിന് സമയം ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ മോൾ ഉറങ്ങും. അപ്പോൾ ഒരു നല്ല ശീലത്തിൽ തന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റൈസും തക്കാളിക്കറി പിന്നെ രാവിലത്തെ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കനും കുറച്ച് അച്ചാറൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായിരുന്ന ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് മോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മോൾക്കായിട്ട് ഞാൻ വേറൊരു മോളുടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പുറത്ത് മീൻസ് അതിൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിന് പുറത്ത് പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കാസർഗോഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാഞ്ഞങ്ങാട് സ്റ്റേഷനാണ്. പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് കിടന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അവരവിടെ ഇരുന്ന് കളിക്കുന്നു രണ്ടാളും കൂടി കേട്ടോ. വാങ്ങിയപ്പോൾ വേണ്ട പറഞ്ഞിട്ട് എടുത്തില്ല. വേണോ ബാഗ് വേണോ? അങ്ങനെ പിന്നെ മോളിൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങിയിട്ടോ. ഉറക്ക് കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേനും ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു.
അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മഴയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. നല്ല മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിനിനകത്തും പുറത്തൊക്കെ ആയിട്ട് ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് തുടങ്ങി. മോള് ഇതുവരെയായിട്ട് ഉണർന്നിട്ടില്ല കേട്ടോ, നല്ല ഉറക്കം തന്നെ ആയിരുന്നു. ഒരു 6:30 ആയപ്പോഴാണ് പിന്നെ ഉണർത്തിയത്. ഈ ട്രെയിനിൽ അങ്ങനെ അധികം ആളുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, കാരണം കർട്ടൺ അങ്ങനെ ഇട്ടതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം പുറത്തൊക്കെ നോക്കിയിരുന്ന ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്തിയത്. പിന്നെ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ടോ. ചായ വാങ്ങിച്ചതല്ലായിരുന്നു, നേരത്തെ രാവിലത്തെ ചായ തന്നെ ഫ്ലാസ്കിലുള്ളതുകൊണ്ട് അതന്നെ എടുത്ത് കുടിച്ചു. പിന്നെ പുറത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങാനുള്ള സ്റ്റേഷന്. കുറ്റിപ്പുറം സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്താനായപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ എൻ്റെ ഉമ്മയും അനിയത്തിയും അവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു റെഡി ആയിട്ടാണ് ഇറങ്ങാനായിട്ട്. ഞാൻ അവരെങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്. അപ്പോൾ അവരപ്പുറത്തെ സൈഡിലാണ്, ഞങ്ങൾ ഈ സൈഡിലാണ് ഇറങ്ങണത്. അവർ വരുന്ന സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു മഗ്‌രിബിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ ഇറങ്ങി. സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് അപ്പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലെത്തിയപ്പോഴാണ് ഉമ്മാനെ കണ്ടത്. അങ്ങനെ ഇതാ ദൂരെ നിന്ന് എൻ്റെ ഉമ്മ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാനെ കണ്ടപ്പോൾ അങ്ങനെ ഫോൺ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ടിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ കുട്ടീനെ വാങ്ങിച്ചതിന് ശേഷം ആണ് പിന്നെ അനിയത്തിയും ഉമ്മയും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് ശേഷം ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബ് ബൈ.